നമ്മളിന്ന് രാവിലെ വെറോണയല്ല, നമ്മുടെ എയർബിഎൻബി ഒരു പ്രശ്നമുണ്ട്, ലോക്കാവുന്നില്ല. ഓണറാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും പഴയ തുണി വെച്ചിട്ട് അത് തുറന്നിട്ട് പോകാമെന്ന് ഓർത്ത്. ഇനിയിപ്പം പഴയ തുണി എടുക്കുന്നതിന് എത്ര ഗതികെട്ടവനാണെന്ന് അറിയത്തില്ല. അത് നമ്മുടെ തുണി എടുക്കുന്നതിന് എടുത്തോട്ടെ, അല്ലെങ്കിൽ നമ്മളിന്നൊന്നും കാണത്തില്ല. ഇന്നാണെങ്കിൽ പോപ്പ് മരിച്ചും ചെയ്തു. അപ്പം ഇവിടുത്തെ അവസ്ഥ ഒന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഹർത്താലാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സിർമിയോൺ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ സിർമിയോണിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ എറീന സെൻറ്ററിലാണ്. ഇതാണ് വെറോണയിലെ വെറോണ നേരെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം അല്ലേ? എനിക്ക് കാണത്തില്ല. അപ്പം സ്ക്രീൻ ഗാർഡ് കാരണം കാണത്തില്ല. നീ ഓൺലൈൻ ഇങ്ങനെ പിടിച്ചാൽ മതി, നീ കാണണമെന്നില്ല. മനസ്സിലായോ? റെക്കോർഡിംഗ് അല്ലേ? നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വെറോണ സിറ്റിയിലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് രാവിലെ ഇപ്പം സമയം ഏകദേശം 12:30. അപ്പം അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ രാവിലെ തന്നെ നല്ല മഴയുണ്ട്. നമ്മൾ കുട എന്തായാലും എടുത്തിട്ടുണ്ട്. ഈ സിറ്റിയെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് ഈ സിറ്റിയെക്കുറിച്ച്. എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. റോമിയോ ജൂലിയറ്റിൻ്റെ ഒക്കെ വീട് എവിടെയാണെന്ന് പറയുന്നത്. നീ നടന്നില്ല നടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പോലെ ഉള്ളു കേട്ടോ. അല്ല റിഹാല് നടക്കും, ഞാൻ കൂടെ ഫോളോ ചെയ്യും. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ മതി. ഞാൻ പറയുന്ന കേൾക്കണം. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഏകദേശം 2 സൈഡിൽ ബിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ? നല്ല എസ്തറ്റിക് പിക്ചർ എടുക്കാൻ നല്ല ബെസ്റ്റ് ബിൽഡിങ്സാണ്. ഫ്രണ്ടിൽ തന്നെയാണ് അറീന ഉള്ളത്. അറീന എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഇവിടെ മെയിനായിട്ട് ആ കാലത്ത് സ്റ്റേഡിയം സംഭവമാണ്. നടന്നിട്ടുള്ള വലിയ വലിയ നടന്നിട്ടുള്ള ബുക്സൊക്കെ വിൽക്കുന്നുണ്ട് അവിടെ. ക്ലൈമറ്റ് കുറച്ച് മൂടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ലൈറ്റ് ഇല്ല. ഇപ്പോൾ സൂര്യൻ വരെ പറയുന്നത് ആ ഫ്രണ്ടിൽ തന്നെ നോക്കി അതിന് വേണമെങ്കിൽ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. എൻട്രൻസ് ഫീ ഉണ്ട്. എൻട്രൻസ് ഉണ്ടോ? എത്ര യൂറോ? നോക്കാം. 6 യൂറോ ആയിരിക്കും. ഇവിടെ എല്ലാ സ്ഥലത്തും എൻട്രൻസ് ഫീ ഉണ്ട്. ഇവിടെ എല്ലാ സ്ഥലത്തും എൻട്രൻസ് ഫീ ഉണ്ട്, ഒന്നും ഫ്രീ അല്ല. കുട എടുക്കണോ? നീ എടുക്കുന്നതൊക്കെ നല്ല കേട്ടോ. ഹുഡി നനയും. കുട എടുക്കാൻ ഫ്രണ്ടിൽ കണ്ടോ? അത് കുറച്ച് അത്യാവശ്യം ഫ്രണ്ടിൽ കയറി കണ്ടോ? ഇതാണ് എത്രയോ വർഷം പഴക്കം. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എന്തായാലും പിൻ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഒരു മുഖ്യ എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോട്ട്. ഇതാണ് ഇവിടെ എറീന വെറോണ അല്ലേ. പിന്നെ റോമിയോ ജൂലിയറ്റിൻ്റെ വീടും അത് നമുക്ക് വരുന്നതിൽ കാണാം. എടാ അത് നോക്കിയാ നല്ല തിരക്കുണ്ട്. എറീനയുടെ എൻട്രൻസ് ഫീ നോക്കാം എത്ര. നമ്മളുടെ ഈ എറീനയിൽ പോകുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, 30 euros. സോ നമ്മൾ ഇവിടെ കണ്ടു. ഇവിടെ ഫാഷൻ ബാൻസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ ലൂയി വിട്ടോൺ ഫ്രണ്ടിൽ കണ്ടോ? ലൂയി വിട്ടോണിൻ്റെ ഇതുണ്ട്. ഇത് ഫാഷൻ സ്ട്രീറ്റ് ആണ്. സോ നമുക്ക് കുറേ ഡിസൈനർ ബ്രാൻഡ്സ് ഒക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. കയറി വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഇഷ്ടംപോലെ ഫാഷൻ ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും കുറേ ഡിസൈനർ ബ്രാൻഡ്സ് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ എന്തായാലും നമ്മൾ കയറുന്നില്ലെന്ന് തീരുമാനിച്ചു. ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, അറൗണ്ട് 30 euros. നമ്മൾ 30 euros അവിടെ കറക്കാളുണ്ട്. എടാ ഇങ്ങോട്ടോ, അവിടെ ഇതിനുള്ളിൽ കുറേ ഇതുണ്ട്. ഇതുണ്ട് ലൂയി വിട്ടോൺ. ഞാൻ കാണിച്ചു തരാം. ഇറ്റലി എന്ന് പറയുമ്പോൾ മറ്റേ മിലനാണ് ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഇറ്റ്സ് ഓൾ എക്സ്പെൻസീവ്. എവറിത്തിങ് യു ടച്ച് ഹിയർ ഇസ് വെരി എക്സ്പെൻസീവ്. കണ്ടില്ലേ? ഇതൊക്കെ ലക്ഷങ്ങളുടെ ഭാഗമായിരിക്കും. ഇതെന്താ ഹാമറോ? ലൂയി വിട്ടോൻ്റെ ഹാമർ ഉണ്ടോ? എന്തായാലും ഈ സ്ട്രീറ്റ് നമുക്ക് നടന്നു നോക്കാം. എന്തായാലും ഇതൊക്കെ പല പല ബ്രാൻഡ്സാണ്. ചില ബ്രാൻഡ്സ് എനിക്ക് അറിയത്ത കൂടിയില്ല. ഓ സീരിയസ്, ഇത് ക്യാപ്റ്റൻ ക്യാൻഡി എന്ന് പറഞ്ഞ ക്യാൻഡി ഷോപ്പാണ്. ഇവിടെ കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇതിന് എൻട്രൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. വാ, എന്താ പഴം പോലെയൊക്കെ സംഭവം വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇതിനുള്ളിൽ കയറി നോക്കാം ചുമ്മാ. കയറി നോക്കാം. കുട അടയ്ക്കണം. മഴ പോയോ? ഇതൊന്ന് അടച്ചു തരുമോ? ഇതിവിടുത്തെ ക്യാൻഡി കേട്ടോ. ഇത് ഹോട്ട് ചില്ലി എല്ലാം ഗമ്മി ബെയർസാണ് ഇവിടുത്തെ മൊത്തം. കണ്ടോ? ഇതെന്തോ സംഭവം കണ്ടിട്ട് എനിക്ക് വാങ്ങണം തോന്നുന്നുണ്ട്. എന്നാലും നോക്കാം.
ഇത് കണ്ടോ, ഈ ഗമ്മി ബിയർ ഫാൻസിനൊക്കെ പറ്റിയ സ്ഥലമായത്. ഇത് വലിയ ബാരലുകൾ വെച്ചിട്ട് കണ്ടോ, നമ്മളിപ്പോൾ ഒരു ക്യാൻഡി പാക്കിൻ്റെ ശബ്ദമാണ്, ഇതിനുള്ളിൽ നല്ലൊരു സ്മെല്ലാണ്, ഒരു ഫ്രൂട്ടി സ്മെല്ല് ഞാൻ കാണിച്ചു തരാം. സംഭവം ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ചോക്ലേറ്റ്സ് കേട്ടോ. ഇവിടെ 100 ഗ്രാമിന് കയറുന്നില്ലല്ലോ, 100 ഗ്രാമിന് 5 euro 4-5. ഇതെന്താണ് കയറാത്തത്? നമ്മുടെ വ്ളോഗറിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ്. ഇപ്പോഴാണ് നമ്മൾ കയറിയത്. സോ നമുക്ക് എടുക്കാം. ആ കവർ എടുക്കും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാം. നമുക്ക് ഇത് കുറച്ചെടുക്കാം. ഇത് കഴിക്കാൻ പറ്റത്തില്ല. മുട്ടയുടെ ഷേപ്പിലൊക്കെ ചോക്ലേറ്റ് ഉണ്ട്, ഇതൊന്നും അറിയത്തില്ല. ഇതെന്നാലും ഒരെണ്ണം എടുക്കാം. അതെങ്ങനെയാണെന്ന് ഇതൊക്കെ എന്താ സംഭവം അറിയില്ല. നമുക്ക് കുറച്ച് കുറച്ചെടുക്കാം. ഇവിടെ എല്ലാം ഫേമസ് ക്യാഷ് ബ്രാൻഡ്സ് ആട്ടോ. ഇത് കണ്ടില്ല, പിങ്കോ, സെഫോറ. ഇവിടുന്ന് ആ സ്ട്രീറ്റ് ഫുള്ള് അറ്റം വരെ ഇത് തന്നെയാണ് ഫാഷൻ ബ്രാൻഡ്സാണ്. ഐഫോണിൻ്റെ കേസുള്ള ഒരു ബ്രാൻഡൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ അടിപൊളിയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. വിക്ടോറിയ സീക്രട്ട്, ഇവിടെയൊക്കെ ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ഈ കടയിലെ ആൾക്കാർ കയറുന്നുണ്ട്. വിക്ടോറിയ സീക്രട്ടിലൊക്കെ ആൾക്കാർ കയറി മേടിക്കുന്നുണ്ട്. പക്ഷെ എക്സ്പെൻസീവ്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഫുള്ള ഈ ബ്രാൻഡ്സൊക്കെ ചിലത് അറിയത്തോടിയില്ല. പുൾ ആൻഡ് ഷാർക്ക്, പുൾ ആൻഡ് വേറെ ഉണ്ട്. അവിടെ നിന്ന് അറ്റം വരെ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും കൊള്ളാം. ഇറ്റാലിയൻ ബ്രാൻഡ്സും ഉണ്ട്, ഫ്രഞ്ച് ബ്രാൻഡ്സും ഉണ്ട്, ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ണിലെ ലെൻസ്. പിന്നെ ഒരു എന്താ പറയുക, ജെലാറ്റോ ഷോപ്പ്. എവിടെ പോയാലും ജെലാറ്റോ കേട്ടോ. അപ്പം പക്ഷേ അതെൻ്റെ ക്യാമറ അതിൻ്റെ ബ്ലഡിനെ സെറ്റ് ചെയ്യാണ്ട് പ്രണയിക്കുന്ന ആൾക്കാരോട് വന്നിട്ട് ലോക്ക് ഇട്ട് പോയിട്ടുണ്ട്. നമുക്ക് ലോക്ക് ഇടാൻ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ നേരെ നടക്കുന്നു ഇങ്ങോട്ട് സിർമിയോൺ. എന്തായാലും ഇവിടെ അറ്റന്ന് ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പം ഇവിടെ നിന്ന് ഇപ്പം നേരെ നമ്മൾ സിർമിയോണിലേക്കാണ് പോകുന്നത്. സിർമിയോൺ ഏകദേശം വെനീസ് പോലുള്ളൊരു സിറ്റിയാണ്. ഇവിടുന്ന് 20 മിനിറ്റ് നടക്കാൻ വേണ്ടി നമ്മൾ നടന്നു പോവാം. അവിടെ തന്നെ ഫ്രണ്ടി സൈറ്റ് സീയിങ് വെറോണയുടെ ബസ്സൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എന്തായാലും നടന്ന് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് വാക്ക്. ഇത് അത്യാവശ്യം ഭയങ്കര വലിയ സിറ്റി ആട്ടോ വെറോണ. നമ്മൾ മിലൻ കാണാൻ കുറച്ചേ പറ്റുള്ളൂ, പക്ഷെ അതിൻ്റെ വിഷമം വെറോണയെ തീർന്നു. എന്തായാലും നമുക്ക് നടക്കാം. ഇത് ബസ് സെൻട്രൽ ആണ്. ഇവിടെ 94 എന്നൊക്കെ ബസ്. എടാ ഈ ബസ് കയറിയാൽ മതി, നോക്കിയേ. ഈ ബസ് കുറേ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇവിടുത്തെ ബസ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ശരിയാ. ബാ നമുക്ക് നടക്കാം. ഇവിടെ ഓരോ സ്ട്രീറ്റിൽ പോകുമ്പോൾ ഓരോ അത്ഭുത കാഴ്ചകളുണ്ട്. ഇവിടെ പഴയ ക്ലോക്ക് ടവർ അല്ല ആക്ച്വലി, ഇത് സംഭവം ഇതിനെന്തോടെ പറയുന്നത്, ക്ലോക്ക് ഉണ്ട്, ക്ലോക്ക് ബ്രിഡ്ജ്. അതിൻ്റെ മേലൂടെ നടക്കാം. ആ എറീനയും പിന്നെ ഇതും കണക്ട് ചെയ്യുന്നതാണ്. ഇതൊരു വേറെ സൈഡ്. ഓരോ ലൈൻ പോകുമ്പോഴും വണ്ടി ഇടിക്കും. ഓരോ ലൈൻ പോകുമ്പോഴും ഓരോ ഇതാട്ടോ വരുന്നത്. ഇവിടെ സെൻറ്ററിലൊക്കെ പാർക്കിംഗ് ഇതെല്ലാം കോബിൾ സ്റ്റോണിൻ്റെ റോഡാണ് മൊത്തം. ഇവിടെ വണ്ടികളൊന്നും വരുന്നില്ല. കൂടുതലൊക്കെ സൈക്കിൾസും പിന്നെ ടാക്സി 1-2 ഉണ്ടെങ്കിൽ ഉണ്ട്. ഇതെന്തോ സംഭവം അറിയില്ല. ഫ്രൂട്ടെല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കാം അവിടെ എന്തോ സംഭവം ഉള്ളതെന്ന്. ക്രേപ്പ് ഉണ്ടാക്കുവാന്ന് തോന്നുന്നു കേട്ടോ അമ്മച്ചി. വഴി തെറ്റിയോ? ചൂറോസ്. ഇതാണ് സംഭവം. ചൂറോസ് മെക്സിക്കൻ അല്ലേ അതോ ഇറ്റാലിയൻ? ചൂറോസ് മെക്സിക്കൻ ആണോ ഇറ്റാലിയൻ ആണോ? ചൂറോസ് ഉണ്ടാക്കും. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ ചൂറോസ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ ഡെസേർട്ടാണ്. നല്ല പിസ്താഷ്യോടെ ഇതിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഇവിടെ. എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും പോകാം. എന്തായാലും ചൂറോസ് മേടിക്കുന്നില്ല, ഭയങ്കര മധുരമാണ്. എങ്ങോട്ടാണ് നടക്കണ്ടേ? നമ്മളെന്തായാലും
നടന്നുകൊണ്ടിരിക്കുക. ഫോണ് കാർഡൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ തീർന്നു അടിച്ചുകൊണ്ട് പോകും. ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ള രണ്ടാമത്തെ ഒരു സ്ഥലം കൂടിയാണ് വെറോണ. സോ നമ്മൾ സൂക്ഷിച്ച് നമുക്ക് കൊള്ളാം, നമ്മൾ നടക്കുക. ഇവിടെ പട്ടികളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും വെനീസിൽ പോയപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ പോലെ എന്തൊരു സാധനം ഉരുണ്ട് പോകുന്നുണ്ടായിരുന്നു, റോള് പോലെ. എന്തോടെ ഇത് മുസേ ലാപ്പാർഡിയോ മാഫി എന്തോ അറിയത്തില്ല എനിക്ക് കേട്ടോ, എന്തോ മ്യൂസിയമാണ്. അകത്തോട്ട് പോകാമെങ്കിൽ പൈസ അടയ്ക്കണം. ഇതെന്തോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് അകത്തേക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പെർല ഫോർ ദി ജൂലിയറ്റ് ഹൗസ് ഓൺലി ഓൺലൈൻ. എടാ ജൂലിയറ്റ് ഹൗസും കാശ് കൊടുക്കണം കേട്ടോ. എൻട്രൻസ് ഫീ ഓൺലി ഓൺലൈൻ, നോർമൽ ഫീ €6. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പുറത്തുനിന്ന് കാണാം. ഇത് ജൂലിയറ്റിൻ്റെ വീടാണോ എന്ന് അറിയത്തില്ല, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുള്ളിക്കാരൻ റിച്ചായിരുന്നു. റോമിയോ ജൂലിയറ്റ് എന്ന് പറഞ്ഞ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. സാല റൊമാന, ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആൾക്കാരെന്നെ കളിയാക്കി ഓടിക്കും. പക്ഷെ ഇതൊക്കെ നമ്മളുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പഠിച്ചിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, എന്തായാലും അടച്ചിട്ടേക്കോ, കയറാൻ പറ്റത്തില്ല. ഇത് റോമിയോ ഷേക്സ്പിയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയർ റോമിയോ ജൂലിയറ്റ് അക്ട് 3. there are no പുള്ളിക്കാരൻ്റെ എഴുതിയ വാക്കുകൾ എഴുതിയത്. there is no world without Verona walls itself hence the world. സംഭവം പുള്ളി ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സോ എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നല്ല ഇടം നേടിയ സ്ഥലമാണ്. എന്തായാലും ഇംഗ്ലീഷ് ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. എന്നെ പഠിപ്പിച്ച ഞാൻ മീന മാമിനെ ഓർക്കുന്നു. സോ കുറേ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടേണ്ട സ്ഥലമായിരിക്കും ഇത്. എനിക്ക് വലുതായിട്ട് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എനിവേസ് ഇവിടെ കണ്ടില്ലേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈൻ, കാറ്റിനി, കോണിസീനി. ഇവിടുത്തെ ലാംഗ്വേജ് ഇത് ഇംഗ്ലീഷിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നടക്കാം. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കാണ് നടക്കേണ്ടത് ഇപ്പം. എടാ അത് റോമിയോ ജൂലിയറ്റിൻ്റെ വീട് തന്നെയാണോ? ഷേക്സ്പിയർ അത് നമുക്ക് റിസർച്ച് കണ്ടുപിടിച്ചിട്ട് അതെ 243 ബസ്. ഇപ്പം എന്തായി? പതുക്കെ നടക്കാതെ എത്തും. അവിടെ എന്തൊക്കെയോ സംഭവമുണ്ട്. സാൽപ്പാനോ ഇൻവെസ്റ്റ്. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ നമുക്ക് ചിലപ്പോൾ അറിയാത്ത കുറേ ബ്രാൻഡ്സും അറിയാത്ത കുറേ ഫുഡ് സ്റ്റോപ്സൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഫാസ്റ്റ് ഫുഡ് കടകൾ കുറവാണ് ഇവിടെ. ബിക്കോസ് നമ്മൾ നാട്ടിൽ ഞാൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ, ഗൾഫാണെങ്കിൽ നമ്മളൊന്ന് ഉസ്ബെക്കിസ്ഥാൻ കസാഖിസ്ഥാനൊക്കെ പോയപ്പോൾ ഫാസ്റ്റ് ഫുഡ് കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് അല്ല, എല്ലാം ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സും പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇവിടെയൊക്കെ മെക്ഡൊണാൾഡ്സ് ഞാൻ ആകെ ഇറ്റലി വന്ന് 3 എണ്ണങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. അതും ഓരോന്നും സിറ്റി സെൻറ്ററും അല്ല, പുറത്ത് ഔട്ടറിലും ഹൈവേയിലൊക്കെയാണ്. ഇവിടെ ബാക്കിയെല്ലാം ഇവിടുത്തെ ലോക്കൽ ഫുഡ്സൊക്കെ ഇവിടെ ഇവർ നോക്കുന്നത്. ഇവിടെ എന്തായാലും ഇതൊക്കെ എന്തൊക്കെയോ പഴയ ബിൽഡിങ്സ് ആയിട്ട്. അതെ ഇവിടെ ഒരു മെക്ഡൊണാൾഡ്സ് ഞാൻ കണ്ടു. ഓക്കെ, ഇതാണ് ഞാൻ കാണുന്ന 4th മെക്ഡൊണാൾഡ്സ്. എന്നുവെച്ചാൽ നമ്മളൊക്കെ അന്ന് കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനൊക്കെ പോയപ്പം മെക്ഡൊണാൾഡ്സ് ഒക്കെ ഇഷ്ടം പോലെ മുട്ടിനും പെട്രോൾ പമ്പിൻ്റെ കൂടെയും അല്ലാതെയും കുറേ ഉണ്ട്. ഇത് മെക്ഡൊണാൾഡ്സ് ഒക്കെ കൊടുത്തേക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം അടിപൊളിയാണ്. ഞാൻ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം ചുമ്മാ എങ്ങനെയുണ്ട് മെക്ഡൊണാൾഡ്സ് ഇവിടുത്തെ. ഇതിങ്ങനെ കയറിയ മെക്ഡൊണാൾഡ്സ് ആണെന്ന് പറയത്തില്ല, ഒരു റിച്ച് വൈബ് ഉണ്ട് കേട്ടോ. താഴെ തന്നെ M എന്നൊക്കെ എഴുതി. കയറുമ്പോൾ തന്നെ മെക്കഫെയാണ് ഇവിടെ സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളൂ മെക്ഡൊണാൾഡ്സിൻ്റെ. എന്നാലും നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. ഇറ്റ്സ് എ ഫാസ്റ്റ് ഫുഡ് പ്ലേസ്. സോ ലെറ്റ്സ് ലീവ്, വി ഹാവ് ടു ക്യാച്ച് എ ബസ്. സോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാവും. പിന്നെ അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എനിക്കൊന്ന് ഫുഡ് കോർട്ടിൻ്റെ ഇരിക്കാനുള്ള സ്ഥലങ്ങളായിരിക്കും. നമ്മളെന്തായാലും നടക്കാം. നല്ല ബീഫ് ബർഗറിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്, പക്ഷേ ഹറാമയായിട്ട് നമ്മൾ കഴിക്കുന്നില്ല. പിന്നെ അത് കണ്ടോ നിങ്ങൾ, ബോട്ടിൽസ് ഇങ്ങനെ തൂക്കി വെച്ചേക്കുന്ന ആരുടെ ബാൽക്കണിയാണ്. പിന്നെ ഇത് പാസ്താടെ എന്തോ ഇതാ. അയ്യോ പട്ടി, പാസ്താടെ എന്തോ ഇതാ. ഇവിടെ പട്ടികൾ സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞ പോലെ. പട്ടി സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ ചവിട്ടി തീർന്നു. പക്ഷേ ഇന്നലെ നമ്മൾ വെനീസ് പോയപ്പം ഞാൻ ഓർത്ത് എന്തോ ടിഷ്യൂ പേപ്പർ റോളായി പോകുന്നതാണ്, പക്ഷേ അതൊരു പട്ടിയായിരുന്നു, കറുത്ത കളറിൽ. ഭാഗ്യത്തിന് തന്നെ ചവിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഓണറിന് നമുക്ക് സമ്മാനം പറഞ്ഞിരുന്നു. അങ്ങനെ എന്നാലും നമ്മളിത് പിന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ടില്ല പഴയ ബിൽഡിങ്സ് എല്ലാം. പക്ഷേ ഞാൻ ഇവിടെ വന്ന് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടുത്തെ വണ്ടികൾ പറയേണ്ട സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര എന്താ പറയുന്നത്, ബൾഗേറിയയിൽ എല്ലാം
എന്താ പറയുന്നത് പഴയ വണ്ടികളൊക്കെ. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പുതിയ മോഡൽസാണ്. അപ്പോൾ അതും മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊക്കെ ആൽഫ റോമിയോ, പിന്നെ ഇവിടുത്തെ മാനുഫാക്ചേർഡ് കാർസ് തന്നെയാണ്. പിന്നെ എന്താണ് ഓപ്പൽ, പിന്നെ BMW, ഇതൊക്കെ തന്നെ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് മിലാനോ സെൻട്രൽ ട്രെയിൻ പിടിക്കാണ്. പക്ഷേ നമ്മൾ മിലാനോ സെൻട്രലിലേക്കല്ല പോകുന്നത്, നമ്മൾ നേരെ സിർമിയോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂറുള്ളൂ. സോ അതിന് ടിക്കറ്റും വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ ട്രെയിൻസ് ഉണ്ടല്ലേ, ഇത് സംഭവം ഫ്ലിക്സ് ബസ് പോലെ ഉണ്ട്. ഈ ട്രെയിനെ കണ്ടിട്ട് പച്ച കളറ്. പക്ഷേ ട്രെയിനിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറയാം, ട്രെയിനിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റീസ് പറയാറിയിക്കല്ല, അടിപൊളിയാട്ടോ. എൻജിൻ ഹിറ്റാച്ചിയുടെയാണ്, ഹിറ്റാച്ചി ഇതിട്ടൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നടക്കാം. പ്ലാറ്റ്ഫോംസൊക്കെ നമ്മുടെ നാട്ടുപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ അവർ മെയിൻ്റെനൻസിൽ ഇറ്റാലിയൻ ചെയ്യുന്നതാണ് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. വെൻഡിങ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണോ മിലാനോ സെൻട്രലാ? ഏത് ട്രെയിനെന്ന് അറിയത്തില്ല. ഇത് ഇവിടെ ഒരു പുതിയ വന്നു. ഇത് ഇവിടുത്തെ ട്രെയിൻ ഇറ്റാലിയ എന്ന് പറഞ്ഞ ആണ് ഇവിടുത്തെ കമ്പനി, ട്രെയിൻ കമ്പനി ഇവിടുത്തെ. ഇതൊക്കെ ചൈനയിൽ നിന്നാണോ ജർമ്മനിയിൽ നിന്നാണോ അറിയത്തില്ല. ഹിറ്റാച്ചി അല്ലേ, ജപ്പാനിൽ നിന്നായിരിക്കും ട്രെയിൻ. പിന്നെ ഭയങ്കര ശബ്ദം. നമുക്കെന്തായാലും പോയി നോക്കാം. ട്രെയിൻ കയറിയേക്കുക. ഇത് ട്രെയിൻ നേരെ മിലാനോ സെൻട്രലിലേക്ക് പോകുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങേണ്ട 20 മിനിറ്റ് കഴിഞ്ഞ സ്റ്റോപ്പില്ല, സിമർമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്തായാലും ഇത് കൺട്രി സൈഡിൻ്റെ കാഴ്ച ഞങ്ങൾ കാണുന്നത്. വെറോണയുടെ അടിപൊളി സ്ഥലമുണ്ട്. എന്തായാലും പാസഞ്ചേഴ്സൊക്കെ ഉണ്ട്, നല്ല എടുക്കുന്നില്ല വീഡിയോ. ഇതിപ്പം 2 ഫ്ലോറിലെ ട്രെയിനാണ് കേട്ടോ. ഇതിൽ മേളത്തെ ഇതിലാണ് നമ്മളുള്ളത്, താഴത്തെ ഇതിലും സ്ഥലമുണ്ട്. ഏകദേശം നല്ല അടിപൊളി ട്രെയിനാണ്. എന്തായാലും ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് സിർമിയോൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റി എന്ന് പറഞ്ഞാൽ ടൗൺ. ഒരു അണ്ടർ റേറ്റഡ് സ്ഥലമാണ്. നമ്മൾ യൂഷ്വലി എല്ലാവരും വെനീസിലേക്കും മിലാനിലേക്കും ഒക്കെയാണ് പോകുന്നത്. അപ്പം നമുക്കെന്തായാലും ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഇത് കുറച്ച് ടൂറിസ്റ്റ് കൂടുതൽ വരാത്ത സ്ഥലമാണ്. ഞാൻ നോക്കിയപ്പം കുറേ വീഡിയോസൊന്നും കണ്ടില്ല, 1-2 വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം. വണ്ടികൾ വരുന്നുണ്ട്. ഇത് കാണുമ്പം നല്ലൊരു ഇറ്റാലിയൻ നെയ്ബർഹുഡ് ആണ് സംഭവം. നല്ല എന്താ പറയുന്നത്, ബിക്കോസ് നമ്മൾ നല്ല ലാവൻഡറൊക്കെ സ്മെല്ല് വരുന്നുണ്ട് നടക്കുമ്പോൾ തന്നെ, പൂവിൻ്റെ. പിന്നെ നിങ്ങൾ സൂക്ഷിച്ചായിട്ടാണ് മനസ്സിലാവും, ഫുള്ളിങ്ങനെ കണ്ടോ ബേർഡ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഏകദേശം സമയം 3 മണിയായി, എന്നാലും കണ്ടില്ലേ നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടി. നമ്മളിവിടെ എന്തോ ക്യാസിലുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാസിലിൽ പോവാം. ഇത് എനിക്ക് കണ്ടിട്ട് ഞാൻ കുറച്ച് ഫ്രാൻസിൽ മൊണാക്കോ ഇല്ലേ അതേപോലെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ചെറുതാണ്. നെയ്ബർഹുഡൊക്കെ കണ്ടില്ലേ ഇവിടുത്തെ. അത്യാവശ്യം എനിക്കൊന്ന് എക്സ്പെൻസീവ് ആണെന്ന് തോന്നി ഇവിടെ എല്ലാം. വീടുകളാണെങ്കിലും കാണാനൊക്കെ നല്ല അടിപൊളി. ഇവിടുത്തെ ആർക്കിടെക്ചർ എന്തായാലും കൊള്ളാം. ഒരു കൊച്ചു റൗണ്ട് ബോട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ആ ക്യാസിൽ കാണാൻ വന്നു. പക്ഷേ ആ ക്യാസിൽ അടച്ചിട്ടേക്കുക. പക്ഷേ ആ ക്യാസിലുള്ള സ്പോട്ടിലേക്ക് നമ്മൾ നടക്കുക. അറ്റ്ലീസ്റ്റ് പുറത്തെന്തെങ്കിലും കാണാം. കണ്ടില്ലേ പൂവൊക്കെ കണ്ടില്ലേ, നല്ല വെയിലുണ്ട് ഇപ്പം. എന്തായാലും നമ്മളിപ്പം ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റിലേക്ക് എൻ്റർ ആവുക. കുറേ സ്വിസ് ബ്രാൻഡ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഫാർമസിയ ഡി ഗ്രേസി. ഇതങ്ങോട്ട് മൊത്തം ഒരു സ്ട്രീറ്റാണ്. ഇതങ്ങോട്ട് ബീച്ചോ അതെങ്ങനെന്താ, ഇതൊരു വെൻഡിങ് മെഷീനാണ്. ഓ കൊള്ളാം. ഈ വെൻഡിങ് മെഷീനിൽ മൊത്തം കോണ്ടവും സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. നമ്മുടെ ഫാമിലി ഓഡിയൻസാ. പക്ഷെ എന്താ അവയർനെസ് ആടാ. അതും 24 hours ഇതാ എന്ത് ആ സീനില്ല. 24 hours ഇതാ വെൻഡിങ് മെഷീൻ അത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം, ബീച്ചിലേക്ക് പോകാം. സോ ഇതൊക്കെ മോസ്റ്റ്ലി നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് ജെലാറ്റോയുടെ ഇതാണ്, ജെലാറ്റോയുടെ സംഭവം. അടിപൊളി കൊള്ളാം കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാം. ഇത് ബീച്ചാണോ അതോ ലേക്കാണോ? മൊണാക്കോമാരി ഇത് ഫ്രാൻസിലെ നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റും. അതെ. സോ ഇതൊരു അണ്ടർ റേറ്റഡ് സ്ഥലമാണ്. നിങ്ങൾ റിഹാൽ വ്ളോഗ്സ് ത്രൂ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സോ എൻജോയ് ദ വ്യൂ. ഐ തിങ്ക് ഇതാ അല്ല കടലാണോ തോന്നുന്നു നമുക്ക്. പക്ഷേ ഉപ്പിൻ്റെ ഒരു സ്മെല്ല് വരുന്നില്ലേ? പക്ഷെ തിരക്കുണ്ടോ കണ്ടോ ഇവിടെ. സോ നിങ്ങൾ
അതെ അവിടെ നല്ല ഇതുണ്ട്, ഫുൾ കണ്ടാൽ മനസ്സില്ല. എൻ്റെ ബാക്കിൽ നല്ല തിരക്കുണ്ട്. നോക്കിയേ ആൾക്കാർ അടിപൊളിയാക്കുള്ള നല്ല വ്യൂ. പക്ഷെ നമ്മൾ ശരിക്കും പോകേണ്ട കാസിൽ എനിക്കൊന്ന് അങ്ങറ്റത്തെ കണ്ട, പക്ഷേ ടുഡേ ഇറ്റ്സ് ക്ലോസ്, സോ വി കാണ്ട് ഡു എനിത്തിങ്. നമുക്ക് എന്തായാലും ഇവിടെ പോവാം, കറങ്ങാം. സൈക്ലിസ്റ്റ് ഇത് എനിക്ക് കണ്ടിട്ട് തന്നെ ഈ നമ്മുടെ ഈ ഫ്രാൻസിൽ F1 നടക്കത്തില്ലേ മൊണാക്കോ, ആ സ്ഥലം പോലെ ഉണ്ട് എനിക്ക് കാണാൻ വേണ്ടി. ഇവിടെ ഒരു മേളിൽ ഹോട്ടലുണ്ട് സെൻട്രൽ, സ്പ്ലെൻഡിഡ് ഹോട്ടൽ മയർ. നല്ല തിരക്കാണ്, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ കാണാൻ നല്ല രസമായിട്ടുള്ള നമ്മൾ അതിൽ പോയി നോക്കി. ഇതെനിക്ക് പക്ഷേ ലേക്കാണോ തോന്നുന്നത്. ലേക്കാ, നല്ല ടെർക്കോയ്സ് കളറിലെ വെള്ളം, ഇറ്റ്സ് വെരി ഗുഡ്. ഇവിടെ ഫെറി ഉണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷെ ആ ഫെറി ഉണ്ടായിട്ട് കായുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. ബൽഗേരിയ നോക്കി പറയണ്ട, വേണ്ട. അസ്കോപ്പോവ് പോയിട്ടുണ്ടോ നിങ്ങൾ? ബൽഗേരിയ പറഞ്ഞല്ലേ, അസ്കോപ്പോവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഏകദേശം ഇതൊക്കെ പോലെ ഇരിക്കും. ഇതേയൊന്നും അല്ല, ഇതിൻ്റെ ഒരു 10% വരും. എങ്ങനെ ബോട്ടും ഇതൊക്കെ ആയിട്ട് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതെനിക്ക് ഫ്രാൻസിലെ അങ്ങൊക്കെ നമ്മൾ പോയില്ലേ, ഫ്രാൻസിലെ മൊണാക്കോ, അത് തന്നെ. ഇത് കുറെ താറാവുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ താറാവ്. ബ്യൂട്ടിഫുൾ. നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇതിപ്പം ഇവിടെ ലേക്കിൽ ബോട്ട്സ് ഒക്കെ ഡോക്ക് ചെയ്തിട്ടേക്കുന്ന സ്ഥലമാണ്, ബോട്ടും ഈ യാച്ചൊക്കെ. നിങ്ങൾ അവിടെ കണ്ടോ? എടാ ഇത് പിടിച്ചേടാ. അവിടെ കണ്ടോ? അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടി? അങ്ങ് ദൂരെ നിങ്ങൾ കണ്ടോ? മൗണ്ടെയിൻ ക്യാപ്സ്, സ്നോ ക്യാപ്പ് മൗണ്ടെയിൻസാ. നല്ല സമയത്ത് നമ്മൾ വന്നേക്കുന്നത് എന്തായാലും. ആങ്ഷ്യസ് ആണെങ്കിൽ വേണ്ടടാ, ഇവിടെ വെറ്റ് ഇഞ്ചക്ഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഷിപ്പിലാണ്, ഷിപ്പല്ല ബോട്ട്, ഫെറി. നമ്മളിപ്പോൾ ഫെറിയില്ല. അപ്പോൾ നമ്മൾ സിർമിയോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഉള്ളത് ഡീഗാരിയ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. ഇപ്പോൾ നമ്മൾ സിർമിയോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബോട്ട് ഫെറി കണ്ടില്ല, ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. ഇതാണ് സിർമിയോൺ ടൗൺ. നമ്മളിപ്പം ഈ ഫെറി കയറിയാണ് വന്നത്. നമ്മൾ സിർമിയോണിലേക്ക് പോവാം. ഇവിടെ ഏകദേശം നമ്മൾക്കിനി തിരിച്ചു പോകണം. പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ടു തീർത്തിട്ട്. ഇതും കംപ്ലീറ്റ്ലി നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഉണ്ട്. നമ്മൾ ആ വീഡിയോ റെഫറൻസ് നോക്കി ഇങ്ങോട്ട് വന്നത്. എന്നാലും നമുക്ക് നടന്നു നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ചെറിയ ഐലൻഡ്, ഇങ്ങനെ കുറേ ഐലൻഡ്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സിർമിയോണിലേക്ക് വന്നേക്കാം. അങ്ങനെ കുറേ ഒരു 10-17 ഐലൻഡ്സ് ഉണ്ട് ഇതിനുള്ളിൽ തന്നെ. കയറി വന്നുകൊണ്ട് സിർമിയോണിൽ കണ്ടില്ലേ, ഇതും അത് തന്നെ. ഫുൾ വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത ആക്സസ് ഇല്ലാത്തതാണ്. ആകെ ഇലക്ട്രിക് സ്കൂട്ടർ മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാവരുടെ കയ്യിലും ജലാറ്റോ. ഇതൊക്കെ ഹോട്ടൽസാണ്, പഴയ ഹോട്ടൽസ് ഇതൊക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ സൂക്ക് പോലെ സംഭവം ഉണ്ട്. പോയി നോക്കാൻ എന്തായാലും. കയറുമ്പോൾ തന്നെ ജലാറ്റോയുടെ കടയായത്. ജലാറ്റോ, ബിയർ, വൈൻ എല്ലാം കിട്ടും. എല്ലാവരും നല്ല തിരക്കുണ്ട് ഇവിടെ. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവം. വന്നേക്കുന്നത് ജലാറ്റോയുടെ ഫ്ലേവർ, അടിപൊളി ജലാറ്റോ, പല ഫ്ലേവേഴ്സ് ഉണ്ട്. എടാ അത് 3 കടയാണോ? നമ്മൾ ഒരെണ്ണം മേടിച്ചു. 3 കടയാണോ അത് ഒറ്റ കടയാണോ? അപ്പം എനിക്കൊന്ന് ജലാറ്റോ ഐസ്ക്രീമിൻ്റെ മാത്രം ഒരു ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെയും കുറേ കാണാത്ത ഫ്ലേവേഴ്സൊക്കെ കുറേ ഉണ്ട്. നമുക്ക് ഓരോ ഫ്ലേവർ എടുത്ത് കഴിയുമ്പോഴും മറ്റേ ഫ്ലേവർ വാങ്ങണം തോന്നും. പക്ഷേ നമുക്ക് അത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് അത്രയും ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ചീസ് കേക്ക്, മഡ്രീനോ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട് ഈ ഫ്ലേവേഴ്സ്. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതുണ്ടോടാ, ഇതൊക്കെ ഇത് ബാഗും ഷൂസിൻ്റെ ഒക്കെ സ്ട്രീറ്റാണ്. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് എന്തായാലും കൊള്ളാം.
മാർക്കറ്റിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നി ഈ ബാഗിൻ്റെ കടയാണ്. നോക്കി, ഈ ബാഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ബാഗുകളും ഓരോ ഡീറ്റെയിലിങ് ചെയ്ത് വെച്ചേക്ക് വേണ്ടില്ലേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ എല്ലാം വിലയുണ്ട്, 20-30 euros ഒക്കെ അല്ലേ. നല്ല രസമുണ്ട് പക്ഷേ കാണാൻ. ഹലോ, ഇത് ഇവിടുത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് ബാഗ്സാണ്. ഇത് US Poloയുടെ ഒക്കെയാണ് 20% ഓഫിനൊക്കെ ഇട്ടേക്കുന്നത്. Polo, yeah. ഡിസ്കൗണ്ട്? Yes. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. It's good. Yeah, see you. Sorry. കണ്ടോ? എടാ അവിടെ ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ US Poloയുടെ ഒക്കെ ഉണ്ട്, പക്ഷെ അത് 70-80. 20-നൊക്കെ നല്ല ബാഗുണ്ട്. ആയിട്ടുള്ള സ്ഥലം വന്നിട്ടോ. ഇവിടെ കണ്ടില്ലേ, കംപ്ലീറ്റ് ലെമൺ ബേസ്ഡ് സാധനങ്ങളാണ്. ലെമൻ്റെ സോപ്പ്, ഇത് കള്ളാണ് മൊത്തം. ഇവിടെ കണ്ടോ, ലെമൻ്റെ സോപ്പ്, ലെമൻ്റെ എയർ ഫ്രഷ്നർ. ഇത് ഒരു സോവനീർ ഷോപ്പ്, നമുക്കൊന്ന് കയറി നോക്കാം. മുളകൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അയ്യോ ഇത് മൊത്തം കള്ളാട്ടോ, എല്ലാം ബിവറേജ്. ചെറിയ എനിക്ക് തോന്നുന്നു 300 പോലെ ഒരു ചെറിയ ഇതാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. €1 4. ഹലോ, ഇതൊരു ക്രിസ്ത്യൻ പള്ളി കേട്ടോ. ഭയങ്കര സൈലന്റ്. ഒന്ന് കയറി നോക്കുന്നത്. കുമ്പസരിക്കുന്ന സ്ഥലം കാണാം. ഇതിനുള്ളിൽ എൻ്റെ അച്ഛൻ നിൽക്കുമല്ലേ. ഐ മീൻ യൂഷ്വലി അങ്ങനെയല്ലേ. ഓരോ പെയിൻറ്റിങ്സ് ആട്ടോ. ഇത് എനിക്ക് 6 പള്ളിയാണെന്ന് അറിയത്തില്ല. ഓർത്തഡോക്സ് ആണോ കത്തോലിക് ആണോന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. പള്ളി തന്നെ കൊള്ളാം. എന്തായാലും നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. നല്ലൊരു ഫ്രീഗ്രൻസ്. അത്യാവശ്യം നല്ല വലുതാണ്. പോപ്പ് മരിച്ചു അതിൻ്റെ ക്യാൻഡിൽസൊക്കെ വെച്ചിട്ടുള്ള നമുക്ക് കണ്ടു നോക്കാം. നമുക്കിവിടെ ഇറങ്ങാം. ഭയങ്കര സൈലൻ്റ് ഇവിടെ. നമ്മൾ കണ്ട പള്ളിയാണ്, പള്ളിക്ക് ചേർന്നുള്ള ആലിയാണിത്. അറ്റത്തറ്റത്തെ കുറേ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് കാസിൽ. എന്തായാലും നമുക്ക് നടന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളതെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. എനിക്കൊന്ന് അങ്ങോട്ടൊക്കെ ബാറാന്ന് തോന്നുന്നു. ബാറും ഹോട്ടൽസൊക്കെയാണ്. ഓ ഇവിടെ എടി ഇവിടെ നോക്കിയേ. ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ബ്യൂട്ടിഫുൾ ആട്ടോ ബീച്ചും. പണ്ടൊരു സ്വിറ്റ്സർലാൻഡ് പോലെ ഇല്ലേ. നമ്മളെന്തായാലും നാളെ സ്വിറ്റ്സർലാൻഡ് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ തന്നെ കണ്ടില്ലേ ഒരു സ്വിറ്റ്സർലാൻഡ് പോലെ ഉണ്ട്. ഇതാണ് ആ കാസിൽ പോലുള്ള സംഭവം കെട്ടി വെച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ സംഭവം ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ കാണാൻ വേണ്ടി. ഇത് ഇവിടെ തന്നെ അതിൻ്റെ അടിയിൽ ബാറുണ്ട്. എന്തായാലും ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. നമ്മൾക്ക് കൂടിയത് ആക്ച്വലി നല്ല മസ്റ്റ് വിസിറ്റാണ്. ബിക്കോസ് എല്ലാവരും വന്ന ഉടനെ വെനീസിലും മിലാനും പിന്നെ അങ്ങനെ സ്ഥലമൊക്കെ പോകുന്നു. പക്ഷേ ഇവിടെ കൊച്ചു കൊച്ചു സിറ്റീസ് ഉണ്ട്, വെറോണ, ഫ്ലോറൻസ്. ഇതൊക്കെ എന്തായാലും കാണുന്ന സംഭവം. ടൂറിസ്റ്റ് പക്ഷേ ഇത്രയും ടൂറിസ്റ്റ് വരുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ അവർക്ക് കുറവാണെന്ന ഗൂഗിൾ റേറ്റിംഗ്സ് ഞങ്ങൾ കംപ്ലീറ്റ് ഫാൻ്റെ ഒക്കെ. ഇവിടെ ലെമൺ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ലെമൺ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇറ്റ്സ് ഗുഡ് റിയലി. ഓക്കെ നമുക്ക് ആ ബാഗ് നോക്കിയിട്ട് അറിയാം. എൻ്റെ അമ്മയുടെ €39. നമുക്ക് ന്യൂയോർക്കറെ കിട്ടൂടാപ്പാ 10 യൂറോയ്ക്ക്. 10 യൂറോ വിട്. 9 ലെമനെ കിട്ടി. ഞാൻ മേടിച്ചിട്ടുണ്ട്. എല്ലാം എടാ ഇവിടെ കള്ള് കുടിക്കുന്നവർക്ക് ഇത് ഹെവനാട്ടോ. നീ അവിടെ കണ്ടോ വൈൻ ബോട്ട് കുപ്പി വെച്ചേക്കുന്നുണ്ടോ? ചീപ്പ് എനിക്കറിയത്തില്ല, ഞാൻ പ്രൈസ് നോക്കിയില്ല. പക്ഷെ പല വെറൈറ്റി ഉണ്ട്. ഇത് ഹാറ്റിൻ്റെ ഒക്കെ സ്ഥലമാണ്. എൻ്റെ മേളിൽ കണ്ടില്ലേ, ഇത് മൊത്തവും മറ്റേ
പൈനാണോ എന്നറിയത്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് പൈൻ ട്രീസ്. ഇങ്ങനെ വെച്ചേക്കോ. ആൾക്കാർ അത് കിസ് ചെയ്യുന്ന ബോർഡാണ്. അവിടെ എല്ലാവരും കിസ് ചെയ്യുന്ന സ്പോട്ട്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, അടിപൊളിയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണ്ട. നമ്മൾ നേരെ തിരിച്ചിനി ഫെറി. അവിടെ ഇല്ല, അത് കണക്ട് ചെയ്യുന്നതെല്ലാം ഫ്രണ്ടിലേക്കാണ് കേട്ടോ. എപ്പോഴാ അതിൻ്റെ സൈസ് ഉണ്ടോ ആ സാധനത്തിൻ്റെ? ഫിർമിയോനോട് വിട പറയുന്നു. അയ്യോ വിടത്തില്ല. നമ്മളെന്തായാലും അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇതെന്തായാലും കാണാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. അതും ജെലാറ്റോ ആണെങ്കിൽ ഇവിടുത്തെ പറയാനില്ല. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ സ്വിറ്റ്സർലൻഡിൻ്റെയും അതിൻ്റെയൊക്കെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു പോകുകയാണ്. ഇറ്റ് വാസ് ഗുഡ്. അപ്പം നമ്മൾ ഇവിടുന്ന് സിർമിയോനോട് വിട പറയുന്നു. ഇറ്റ്സ് വെരി ഗുഡ് ഐലൻഡ്. നമ്മളെന്തായാലും തിരിച്ച് നേരെ ആ ഡിസാഗ്നോ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഇല്ലേ, അവിടെ പോകാൻ പോവാം. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വരണ. നാളെ നമുക്ക് രാവിലെ സ്വിറ്റ്സർലൻഡ് ഇറ്റലിയുടെ അവസാന നിമിഷത്തിലെത്തി. സൺസെറ്റ് ഇവിടുത്തെ എന്തായാലും ബ്യൂട്ടിഫുൾ ആട്ടോ. കണ്ടില്ലേ, ഇന്ത്യൻ സ്റ്റോർ. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറാണ്. അമേരിക്ക, ശ്രീലങ്ക, ഏഷ്യ എല്ലാ സ്റ്റോറും ഇവിടെ ഫ്യൂസ് ചെയ്തിട്ട് കുറേ സോസ് ഉണ്ട്, കോക്കനട്ട് മിൽക്ക്, അങ്ങനത്തെ കുറേ അരികളൊക്കെ വെച്ചിട്ടുള്ളതാണല്ലേ. എന്നാലും നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇനി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ബസ് തപ്പി. ബിക്കോസ് നമ്മൾ ഓൾമോസ്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നേരെ നമ്മൾ നടക്കുക. ഇന്ത്യയിലെ കുക്കിങ്ങാണ് ഇറ്റലി വന്നിട്ട്. ഇത് കുറച്ച് പെസ്തോ സോസ്, ഇതൊരു പാസ്ത, ഇവിടെ സ്ക്വിഡ് റിംഗ് ഫ്രൈ, ഇത് പാസ്ത, ഫുൾ ഇറ്റാലിയൻ ഫ്രൈ.